Dear students, good morning to all of you. Welcome to English for Communication class. This is the second class we are going to attend. In the first class, we have covered about introduction of the subject as well as self-introduction. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന സബ്ജക്റ്റിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷനും പ്ലസ് സെൽഫ് ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടും എങ്ങനെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 3-4 പേര് അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഈ പ്രാവശ്യം അത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ കാണുക. ഞാൻ ആൾറെഡി പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ പോയിട്ടാണ് നമ്മൾ ഇരുന്ന് ആ സമയത്താണ് പറയുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അതൊന്ന് ഓവർകം ചെയ്യാൻ കഴിയുള്ളൂ. അതൊന്ന് എഴുതി നോക്കുക, പ്രാക്ടീസ് നോക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഈവൻ കഴിഞ്ഞ വർഷം പാസ് ഔട്ടായിട്ടുള്ള സ്റ്റുഡൻസ് പോലും എൻ്റെ അടുത്ത് പലപ്പോഴും വാട്സപ്പ് കൂടെ ഒരു ക്വയറി ഇടാറുണ്ടായിരുന്നു. സാർ ഒന്ന് അത് എഴുതി തരുമോ, അയച്ചു തരുമോ, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കുമോ, സാർ അത് കറക്റ്റാണോ എന്ന് നോക്കുമോ. ഇതേമാതിരി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന ആളോട് ഞാൻ സത്യതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ നല്ല രീതിയിൽ സെൽഫ് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതിങ്ങനെ കടകടകടാന്ന് പറഞ്ഞു പോകുമൊന്നും വേണ്ട, നിർത്തി അധികം തപ്പലില്ലാതെ എന്നുള്ള നീട്ടലും തപ്പലും കുടിക്കലൊന്നും ഇല്ലാതെ തപ്പലില്ലാതെ പറയാൻ പറ്റിയാൽ നന്നായി. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലോലി രണ്ടാമത്തെ സെഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് നോക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഒരു ഒബ്ജക്റ്റ്, സപ്പോസ് ഒരു ഒബ്ജക്റ്റാണ് തരുന്നതെന്ന് വിചാരിക്കാം. ആ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ഒരു സ്മോൾ പാരഗ്രാഫ് എഴുതാനുണ്ടായിരിക്കും അതിനെ പറ്റിയിട്ട്. അപ്പോൾ ചിത്രത്തിൽ ഏത് ഒബ്ജക്റ്റാണോ തരുന്നത് ആ ഒബ്ജക്റ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കുക. കൃത്യമായിട്ട് നമുക്ക് വേർഡിങ്സ് വെച്ചിട്ട് കൃത്യമായിട്ടും മീനിങ് ഫുള്ളായിട്ട് സെൻറ്റൻസുകൾ എഴുതാൻ പറ്റണം. മിനിമം ഒരു 6 സെൻറ്റൻസ് എങ്കിലും. കാരണം ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് പൊതുവെ വരിക. അപ്പോൾ മിനിമം 5 സെൻറ്റൻസ് എന്നൊക്കെ പറയുക. ഒരു അഡീഷണൽ ആയിട്ട് ഒരു സെൻറ്റൻസോ 2 സെൻറ്റൻസോ ഒക്കെ അഡീഷണൽ ആയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ആ സെൻറ്റൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് അറിയാം, ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആവണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മിനിമം ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, വെർബ് ഉണ്ടായിരിക്കണം, ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട്, പാർട്സ് ഓഫ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്ലോലി അടുത്ത ഗ്രാമർ പോർഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ റൈറ്റിംഗ് പാർട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഈ 3 മിനിമം വന്നാലാണ് ഒരു സെൻറ്റൻസ് മീനിങ് ഫുൾ ആവുള്ളൂ. അപ്പോൾ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സെൻറ്റൻസിൻ്റെ ലെങ്ത്ത് കൂടുന്നിടത്തോളം നമ്മൾ മിസ്റ്റേക്സ് വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനെന്നുള്ളത്, ഒരു ഒബ്ജക്റ്റ് ഞാൻ എടുക്കാം, ജസ്റ്റ് ഒന്ന് നോക്കൂ. ഓക്കെ, സി വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ്? യെസ്, ഇറ്റ് ഈസ് എ ഹെൽമെറ്റ് that we generally use while riding a two-wheeler. നമുക്കറിയാം, ഇപ്പോൾ കാണാൻ നമ്മൾ ഒരു ഹെൽമെറ്റാണ് സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടതാണ്. എല്ലാവരും ഇനി മുതൽ, ഇപ്പോൾ നവംബർ 1 മുതൽ ഓൾറെഡി സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്. ഈവൻ ബാക്ക് സീറ്റ് ഇരിക്കുന്ന ആൾക്ക് പോലും, 2 വീലേഴ്സിൽ പിന്നിലിരിക്കുന്ന ആൾക്ക് പോലും ഹെൽമെറ്റ് നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനൊരു ഒബ്ജക്റ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ അത് എന്താണ് നമുക്കറിയാം, ഇതൊരു ഹെൽമെറ്റാണ്. അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഇതെന്തുകൊണ്ടാണ് ആക്ച്വലി ഉണ്ടാക്കിയിരിക്കുന്നത്? ഹെൽമെറ്റ് പൊതുവേ ഉണ്ടാക്കിയിരിക്കുന്നത് പോളി കാർബണേറ്റ്
അല്ലെങ്കിൽ കാർബൺ ഫൈബർ, ഇതെല്ലാം വെച്ചിട്ടാണ് പൊതുവേ ഹെൽമെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 കാര്യം ഞാൻ പറഞ്ഞു. ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നത് 2 വീലർ റൈഡിങ് സമയത്താണ്. എന്താണ് അതിൻ്റെ ആവശ്യം? നമ്മൾ തല സംരക്ഷിക്കുകയാണ്, പ്രൊട്ടക്ട്സ് അവർ ഹെഡ്. ഉണ്ടാക്കിയിരിക്കുന്നത് പോളി കാർബണേറ്റ് അല്ലെങ്കിൽ കാർബൺ ഫൈബേഴ്സ് വെച്ചിട്ടാണ്. 2-3 സെൻറ്റൻസ് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഇംഗ്ലീഷ് അപ്പോൾ മലയാളത്തിലാണ് പറഞ്ഞത്, അത് ഇംഗ്ലീഷിലാക്കിയിട്ട് കൃത്യമായിട്ട് എഴുതണം എന്ന് മാത്രം. ഇനി അതിൻ്റെ നെയിംസ് ഓഫ് പാർട്സ് നമുക്ക് നോക്കാം. ഏറ്റവും പുറത്ത് കാണുന്നത് ഔട്ടർ ഷെല്ലാണ്. ഏറ്റവും ഹാർഡസ്റ്റ് പോർഷനാണിത്, ഷെല്ല്. നോക്കാം, ഷെല്ലിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ ലെയേഴ്സ് ഉണ്ട്. ഈ കാണുന്ന ലെയർ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇതിനകത്ത് 2 ലെയറായിട്ടുള്ള ഇതുണ്ടാവും. നിങ്ങൾ കാണും, പൊട്ടിയ ഹെൽമെറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഇപ്പോൾ പുറമേ കാണുന്ന കവറ് സോഫ്റ്റ് ലെയറാണ്. ഓക്കെ, നമ്മുടെ തലയ്ക്ക് സോഫ്റ്റായിട്ട് ഇരിക്കാൻ പറ്റിയുള്ള സോഫ്റ്റ് ലെയറാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് ഹാർഡായിട്ടുള്ള ലെയർ ഉണ്ട്. അതിനെ പൊതുവേ EPS ലെയർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഔട്ടർ ഷെല്ല്, ദെൻ EPS ലെയർ, അതിൻ്റെ പുറമെയാണ് സോഫ്റ്റ് ലെയർ ഉണ്ടാവുക. ഈ സോഫ്റ്റ് ലെയറാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടാവുക. അപ്പോൾ 3 ലെയറായിട്ട് ഇത് ഉണ്ട്. പ്ലസ് പിന്നെ നമുക്ക് കാണാം ചിൻ ഗാർഡ്. ചിന്ന് നമ്മുടെ താടി സംരക്ഷിക്കാണ്. ചില ഹെൽമെറ്റുകൾക്കൊന്നും അത് ഉണ്ടാവാറില്ല. ചിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ താടി കുത്തിയിട്ടൊക്കെ പോയിട്ടാണ് വീഴണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. താടി പൊട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അതിനാണ് ചിൻ ഗാർഡ്. ഇത് വേണം ആക്ച്വലി ഹെൽമെറ്റിൽ. ഈ പോർഷനെ ചിൻ ഗാർഡ് എന്ന് പറയുന്നു. പിന്നെ നമുക്കറിയാം ഇത് വൈസർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. വൈസർ ഇത് ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് പോർഷനാണ്. ആക്ച്വലി ഗ്ലാസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അപ്പോൾ ഇതും മിക്സിങ് ആണത് ആക്ച്വലി. ഓക്കെ, വെറും ഗ്ലാസ് ആകുമ്പോൾ ടകടടാന്ന് പൊട്ടും. വെറും ഗ്ലാസ് അല്ല, ഇത് ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയലാണ്. ഈവൻ പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണത്. ഗ്ലാസ് അംശം ഇല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ഒരു ഹിഞ്ചിൽ വെച്ചിട്ട് ഇത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നു. ഇത്രയാണ് ഒരു ഹെൽമെറ്റിനെ സംബന്ധിച്ചോളം. പിന്നെ കാണുന്ന നമുക്ക് ഈ സ്ട്രാപ്പാണ്. നമ്മൾ താടിയിൽ കൊടുന്ന് സ്ട്രാപ്പ് ചെയ്തിട്ട് കൃത്യമായിട്ട് ടൈറ്റാക്കി വയ്ക്കുന്നു. ഇത്രയാണ് ഹെൽമെറ്റിനെ പറ്റി ഉള്ള പോർഷൻസും ഡീറ്റെയിൽസും കാര്യങ്ങളും. ഇനി ഇതിനെ എങ്ങനെ സെൻറ്റൻസ് ആക്കാം എന്നുള്ളതാണ്. ഒരു 6 സെൻറ്റൻസ് ഇതിനെപ്പറ്റി മീനിങ് ഫുൾ ആയിട്ടുള്ള 6 സെൻറ്റൻസുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഈസ് എ ഹെൽമെറ്റ്. സെക്കൻഡ് സെൻറ്റൻസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ covering our head, to protect our head from injury. It is used to protect our head from injury. Third sentence ആയിട്ട് നമുക്ക് എഴുതാം. It is compulsory for all two-wheeler riders. 2-വീലർ റൈഡ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് കമ്പൾസറി ആണ്. It is compulsory for all two-wheeler riders. മൂന്നാമത്തെ സെൻറ്റൻസ്. നാലാമത്തെ സെൻറ്റൻസ് നെയിംസ് ഓഫ് പാർട്സ് എന്ന് എഴുതാം. ദ നെയിംസ് ഓഫ് പാർട്സ് ഓഫ് ദി ഹെൽമെറ്റ് ആർ എന്ന് പറഞ്ഞാൽ നമുക്കാം ഔട്ടർ ഷെൽ, ദെൻ ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ EPS ലെയർ, ഔട്ടർ ഷെൽ, കോമ. നെയിംസ് ഓഫ് പാർട്സ് ഒന്നിൽ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് കോമ ഇട്ടിട്ട് പോകണം. നെയിംസ് ഓഫ് പാർട്സ് ആർ ഔട്ടർ ഷെൽ, EPS ലെയർ, ദെൻ സോഫ്റ്റ് ലെയർ, ചിൻ ഗാർഡ്, വൈസർ. ഓക്കെ, ഇപ്പോൾ അഞ്ചാമത്തെ സെൻറ്റൻസ് 4, 5 ഒക്കെ ആയി സെൻറ്റൻസ്. ഇപ്പോൾ ഇനി നമുക്കിതിന് പറയാം. ഇറ്റ് ഹാസ് ഗോട്ട് എ വൈസർ. ഇറ്റ് ഈസ് എ ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ. വൈസർ ക്യാൻ ബി മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ എ ഹിഞ്ച്. ഒരു ഹിഞ്ചിൻ്റെ മുകളിൽ നമുക്കിത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ഇറ്റ് പ്രൊവൈഡ്സ് അസ് വിസിബിലിറ്റി. ഈ വൈസറിൻ്റെ പർപ്പസ് നമുക്ക് വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് അസ് വിസിബിലിറ്റി ടു ദ ഫ്രണ്ട്. മുമ്പോട്ട് നമുക്ക് കാണാൻ കഴിയുന്നു വൈസറിലൂടെ. അപ്പോൾ ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ ആയത് കാരണം. ഇത്രയാണ് ആക്ച്വലി. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളി കാർബണേറ്റ് ഓർ കാർബൺ ഫൈബർ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ആയിക്കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റ്. ഇനി ഞാൻ വേറൊരു ഒബ്ജക്റ്റ് അടുത്തതെടുക്കുന്നു.
Now just see the second object. Can you identify? Yes. എന്താണ്? അതൊരു ഇസ്തിരിപ്പെട്ടിയാണല്ലേ? ഓക്കെ. ഇസ്തിരിപ്പെട്ടിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാം? അയൺ ബോക്സ്. അയൺ ബോക്സ് ആണിത്. അപ്പോൾ ഇതിൻ്റെ പറ്റിയിട്ടും നമുക്കൊരു 5-6 സെൻറ്റൻസ് എഴുതാൻ പറ്റണം. അപ്പോൾ ആദ്യം എന്താണ് എന്ന് പറയാം. ഒബ്ജക്റ്റ്. ദിസ് ഈസ് ആൻ അയൺ ബോക്സ്. ദിസ് ഈസ് ആൻ അയൺ ബോക്സ്. ഐ എന്നുള്ളത് വോവൽ സൗണ്ട് ആവുകൊണ്ട് ആൻ എന്ന് പറയണം. ദിസ് ഇസ് ആൻ അയൺ ബോക്സ്. എന്താണ് അതിൻ്റെ പർപ്പസ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്ലിയറിങ് അല്ലെങ്കിൽ റിമൂവിങ് ദ റിങ്കിൾസ്. WRINKLES റിങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുളിവുകൾ. റിങ്കിൾസ് ഓൺ ദ ഫാബ്രിക്. റിങ്കിൾസ് ഓൺ ദി ഫാബ്രിക്. നമ്മുടെ ഡ്രസ്സിലുണ്ടാവുന്ന ചുളിവുകൾ നിവർത്തുന്നതിന് അല്ലെങ്കിൽ ആ ചുളിവുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പൊതുവേ അയൺ ബോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പൊതുവേ എന്താ ചെയ്യാറുള്ളത്? നമുക്കറിയാം, ഇതൊരു പ്ലഗാണ്. ഇലക്ട്രിക് വയറ് പ്ലഗ്. ഈ പ്ലഗ് നമ്മൾ കൊണ്ടുപോയിട്ട് സോക്കറ്റിൽ കൊണ്ടുപോയി കുത്തുന്നു നോർമൽ ഇതിൽ. പ്ലസ് നമുക്ക് ഏതാവശ്യം ആ ആവശ്യത്തിലേത് മോഡിൽ, ഏത് മോഡാണോ വേണ്ടത്, കോട്ടൺ ആണോ മറ്റേ മെറ്റീരിയൽ ഏതാണോ, തുണിയുടെ മെറ്റീരിയൽ ഏതാ വെച്ചാൽ അതിനനുസരിച്ചുള്ള സെലക്ഷൻ മോഡ് ഇവിടെ ഉണ്ട്. നോബ് തിരിച്ച് കറക്റ്റ് മോഡിലിട്ട് നമ്മൾ ഇത് വയ്ക്കുന്നു. അപ്പോൾ കറക്റ്റ് ടെമ്പറേച്ചർ ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുന്നു. നമുക്കറിയാം ഇതിൻ്റെ ഓപ്പറേഷൻ നമുക്കറിയാം. ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ഓഫ് ആവും. അപ്പോൾ ഫർദർ ടെമ്പറേച്ചർ ആവില്ല. എന്നിട്ട് നമ്മൾ ആ ഏതാണോ ക്ലോത്ത്, ആ ക്ലോത്തിനനുസരിച്ച് നമ്മൾ ഇസ്ത്രി ചെയ്യുന്നു. ഇസ്ത്രി എന്ന് പറയുമ്പോൾ പൊതുവേ അയൺ ചെയ്യുന്നു, ചുളിവ് നിർത്തുന്നു. ഇത്രയാണ് പൊതുവേ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ മലയാളത്തിൽ പറഞ്ഞു. ഇനി ഇതിനെ ഇംഗ്ലീഷിലാക്കുകയാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതുന്ന സമയത്ത് ഇതിനുള്ളിൽ സംവിധാനം ഉണ്ട്, അറിയോ? ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ഒരു പരിധിയിൽ കൂടുതൽ പോവാതിരിക്കാൻ ഈ നോബ് കണക്ട് ചെയ്ത് നോക്കുന്നു. കോട്ടൺ ആകുമ്പോൾ ആ കോട്ടണിൽ ഇത്ര ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇത്ര ഹീറ്റ് വേണമെന്നുണ്ട്. ആ ഹീറ്റിൽ മേലെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പവർ സപ്ലൈ കട്ട് ഓഫ് ആവും. അതിനൊരു സംവിധാനം അതിനകത്തുള്ളത്. അതിന് തെർമോസ്റ്റാറ്റ് എന്നാണ് പറയുക. തെർമോസ്റ്റാറ്റ്. ആ തെർമോസ്റ്റാറ്റ് ഉണ്ടാവുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി അത് ഈ നോബുമായിട്ട് കണക്റ്റഡുമാണ്. ഓട്ടോമാറ്റിക്കലി അത് കട്ട് ഓഫ് ആവും. അപ്പോൾ ഫർദർ അത് ഹീറ്റ് ആവില്ല. ആ ഒരു കോയിലാണ് അതിനകത്തുള്ളത്. ഒരു ഹീറ്റിംഗ് പ്ലേറ്റ് ആണ് അതിനകത്തുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. ദിസ് ഈസ് ആൻ അയൺ ബോക്സ്. ഫസ്റ്റ് സെൻറ്റൻസ്, ദിസ് ഈസ് ആൻ അയൺ ബോക്സ്. അത്രയും മതി ഫസ്റ്റ് സെൻറ്റൻസ്. സെക്കൻഡ് സെൻറ്റൻസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് റിങ്കിൾസ് ഫ്രം ദി ഫാബ്രിക്. ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ക്ലോത്ത് എന്ന് ഉദ്ദേശമുള്ളൂ. മൂന്നാമത്തെ സെൻറ്റൻസ്, നെയിംസ് ഓഫ് പാർട്സ് നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് ഗോട്ട് എ ബേസ് പ്ലേറ്റ്. ഇതാണ് ബേസ് പ്ലേറ്റ്. ബേസ് പ്ലേറ്റ്. ദെൻ ഓവർ ദാറ്റ് എ ഹൗസിങ്. ഇതിനുള്ളൊരു ഹൗസിംഗ് ആണ്. ഈ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ ആണ് ഹീറ്റിംഗ് പ്ലേറ്റ് ഉള്ളത്. അത് നമുക്ക് പുറമേ നിന്ന് കാണില്ല. അത് സേഫാക്കി വെക്കുന്നതിന് വേണ്ടിയാണ്. ഹീറ്റിംഗ് പ്ലേറ്റിനെ സേഫാക്കി, അല്ലെങ്കിൽ നമുക്ക് ചൂടാവുക, ഷോക്ക് അടിക്കുകയൊക്കെ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയാണത്. ഒരു കവറിങ് ഹൗസിംഗ് ആണ് ആക്ച്വലി. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ മെറ്റീരിയൽ. ഓക്കെ. അതിൻ്റെ പുറത്ത് നമുക്ക് കാണാം ഹാൻഡിൽ വിത്ത് നോബ്. സെലക്ഷൻ നോബാണ്. ഏത് മോഡലാണോ സെലക്ഷൻ വെക്കേണ്ടത്, കോട്ടൺ ആണോ അല്ലെങ്കിൽ പോളിത്തീൻ, ആ രീതിയിലൊക്കെ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്ത് വെക്കാം. വിത്ത് ഹാൻഡിൽ. ദെൻ ഹാൻഡിൽ ഫർദർ ഇത് പോകുന്നു, ഇലക്ട്രിക് വയർ പോകുന്നു കണക്ട് ചെയ്യാൻ വിത്ത് പ്ലഗ്. ഇത്രയും സംവിധാനങ്ങളാണ് ഉള്ളത്. ഉള്ളിൽ തെർമോസ്റ്റാറ്റും ഉണ്ട്, ഇലക്ട്രിക് പ്ലേറ്റും ഉണ്ട്. ഇത്രയും സംവിധാനങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞു, സൺ അയൺ ബോക്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് റിങ്കിൾസ് ഫ്രം ദ ഫാബ്രിക്. മൂന്നാമത്തെ സെൻറ്റൻസ്, ദ നെയിംസ് ഓഫ് പാർട്സ് ഓഫ് അയൺ ബോക്സ് ആർ ബേസ് പ്ലേറ്റ്, ദെൻ ഹൗസിംഗ്, ദെൻ ഹാൻഡിൽ വിത്ത് selection knob, KNOB knob, then electric cable with plug. ഇത്രയും നമുക്ക് പുറമേ നിന്ന് കാണുന്നതാണ്. Inside the iron box, it has got a heating plate with
തെർമോസ്റ്റാറ്റ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര സെൻറ്റൻസ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഞാനൊന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കൊന്ന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. ഈ രണ്ട് ഒബ്ജക്റ്റിനെ പറ്റിയിട്ടും ഞാൻ ആൾറെഡി ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തു, എങ്ങനെ എഴുതണമെന്ന് നിങ്ങളടുത്ത് പറഞ്ഞു, ഈവൻ സെൻറ്റൻസുകളടക്കം പറഞ്ഞു. അപ്പോൾ ഈ സെൻറ്റൻസുകൾ കൃത്യമായിട്ടും ഇത് എഴുതണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്നുള്ളിടത്ത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഓഫ്, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ എന്തായിരുന്നു, ഹെൽമെറ്റ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹെൽമെറ്റ് എന്നത് എഴുതി അത് അണ്ടർലൈൻ ചെയ്ത് അതിനെ പറ്റിയിട്ടുള്ള സെൻറ്റൻസുകൾ താഴെ എഴുതുക. ഒരു 6 സെൻറ്റൻസ് എഴുതുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ വീഡിയോ ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കുക, പിറകോട്ടൊന്ന് നോക്കി അപ്പോൾ നമുക്കത് എഴുതാൻ പറ്റും. ഓക്കെ, ഹെൽമെറ്റിനെ പറ്റി ഒരു 6 സെൻറ്റൻസ്. അത് സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നോക്കൂ, ചെറിയ സെൻറ്റൻസ് ആക്കി എഴുതണം. സെൻറ്റൻസുകളുടെ ലെങ്ത്ത് കൂടരുത്, അത് മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിരിക്കണം. ദെൻ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് അയൺ ബോക്സ്, അതും അണ്ടർലൈൻ ചെയ്ത് രണ്ടാമത്തതും എഴുതാം. ഈ 2 എണ്ണം എഴുതി കൃത്യമായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് അത് എഴുതി അയക്കണം. നമ്പർ 1 ആൻഡ് നമ്പർ 2 അത്രയും ചെയ്യുക. അത് ചെയ്ത് അത് ഞാൻ റിസീവ് ചെയ്ത് കറക്ഷൻസ് ഞങ്ങളുടെ കഴിഞ്ഞ ക്ലാസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്ഷൻസ് കുറേ പേർക്ക് കറക്ഷൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരണം, ശ്രദ്ധിക്കണം. 1-2 ആവർത്തി നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക അത്. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ദെൻ ബൈ.